നമസ്കാരം, ഞാൻ സെബി ജോർജ് തെക്കുടൻ. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഞായറാഴ്ച നാട്ടിലെത്തിക്കും. കുടുംബത്തിനെ എംബസി അധികൃതർ ബന്ധപ്പെട്ടു. ATM കവർച്ച കേസിൽ തമിഴ്നാട്ടിൽ 4 സംഘങ്ങളായി അന്വേഷണം. പ്രതികളെക്കുറിച്ച് കൂടുതൽ വിവരം ശേഖരിക്കാൻ തമിഴ്നാട് പോലീസിലെ ഒരു സംഘം ഹരിയാനയിലേക്ക് പോകും. കുരുക്കഴിയാതെ ആമ്പല്ലൂർ ദേശീയപാത. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാതയിൽ പണികൾ പുരോഗമിക്കുമ്പോൾ ഉണ്ടായ ഗതാഗത കുരുക്ക് തുടരുന്നു. കേരള സർക്കാർ സർവേയും ഭൂരേഖയും വകുപ്പും പുതുക്കാട് തുറവ് വില്ലേജിൽ ആരംഭിച്ച ഡിജിറ്റൽ ലാൻഡ് സർവേ KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പലയിടത്തും വഴിമാറിപ്പോകുന്നതായി പരാതി. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾ വൃത്തിയാക്കുന്നതടക്കമുള്ള ജോലികൾ ഏറ്റെടുക്കുന്നതിനെതിരെയാണ് പരാതി ഉയരുന്നത്. ചെമ്പുച്ചിറ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിലുള്ള 17ാമത് ഓണക്കളി മത്സരം ഒക്ടോബർ 2 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഞായറാഴ്ച നാട്ടിലെത്തിക്കും. 1.5 മാസത്തോളമുള്ള ശ്രമത്തിലും കാത്തിരിപ്പുകൾക്കൊടുവിലുമാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം എത്തിക്കുമെന്ന് എംബസി അധികൃതർ സന്ദീപിന്റെ കുടുംബത്തിനെ അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെ 3-ന് വിമാനത്താവളത്തിൽ എത്തണമെന്നാണ് സന്ദീപിന്റെ സഹോദരൻ സംഗീതിനെ എംബസി അധികൃതർ അറിയിച്ചത്. നമുക്ക് ഇന്നലെയാണ് കോൾ വന്നത്. റഷ്യയിൽ നമ്മുടെ ഇന്ത്യൻ എംബസിയിലുള്ള നമ്മുടെ രാംകുമാർ സാറാണ് നമ്മൾ ഇന്നലെ കോൾ ചെയ്ത് ചേട്ടൻ്റെ ബോഡി ഇന്ന് അവിടെ നിന്ന് പുറപ്പെടും. അപ്പോൾ ഞായറാഴ്ച ഒരു മോർണിംഗ് 3 മണിക്ക് നെടുമ്പാശ്ശേരിയിലെത്തും. അപ്പോൾ അവിടുന്ന് ഒരു ഏജൻസി ആൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഭൗഷിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആളും കൂടി ഉണ്ടായിരിക്കും നമ്മുടെ ബോഡി കൂടെ. നമ്മൾ നാളെ കാലത്ത് മോർണിംഗ് പോയിട്ട് നമ്മൾ ചേട്ടനെ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നതായിരിക്കും. എംബസി നിയോഗിച്ച കാർഗോ ഏജൻസി അധികൃതരും കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് ഡോണസ്കിൽ വെച്ച് ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ മലയാളികളുടെ വാട്സ്ആപ്പ് ശബ്ദ സന്ദേശം പ്രചരിച്ചതോടെയാണ് സന്ദീപിന്റെ വിയോഗം വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സന്ദീപും മറ്റ് 3 പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത്. ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത്. റെസ്റ്റോറന്റിലാണ് ജോലിയെന്നായിരുന്നു വീട്ടുകാർക്ക് അറിവുണ്ടായത്. പിന്നീട് സന്ദീപിന്റെ മരണത്തോടെയാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം അറിയുന്നത്. സന്ദീപിനെ നിർബന്ധിതമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ കേന്ദ്ര ഗവൺമെന്റിന്റെയും എംബസിയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു. ഇതോടെ ആഴ്ചകൾ നീണ്ട ശ്രമഫലമായി മൃതദേഹം വിട്ടുകിട്ടാൻ നടപടിയൊരുങ്ങിയത്. റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി കാങ്കിൽ സന്ദീപിന്റെ സംസ്കാരം ഞായറാഴ്ച രാവിലെ 11-ന് വടൂക്കര ശ്മശാനത്തിൽ നടക്കും. ATM കവർച്ച കേസിൽ തമിഴ്നാട്ടിൽ 4 സംഘങ്ങളായി അന്വേഷണം. പ്രതികളെക്കുറിച്ച് കൂടുതൽ വിവരം ശേഖരിക്കാൻ തമിഴ്നാട് പോലീസിലെ ഒരു സംഘം ഹരിയാനയിലേക്ക് പോകും. പ്രതികൾ അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ലെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. മറ്റു സംസ്ഥാനങ്ങളിലെ ATM കവർച്ച കേസുകളിലും പ്രതികൾക്ക് പങ്കുണ്ടെന്നാണ് തമിഴ്നാട് പോലീസിന്റെ കണ്ടെത്തൽ. കേരളം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത ATM കൊള്ളയാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 2:30-നും 4-നും ഇടയിലായി 3 ഇടങ്ങളിലാണ് ATM കവർച്ച നടന്നത്. മാപ്രാണം, കോലഴി, ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ ATMകളാണ് കൊള്ളയടിച്ചത്. CCTV ക്യാമറകളിൽ കറുത്ത പെയിന്റും സ്പ്രേ പെയിന്റും അടിച്ചായിരുന്നു കൊള്ള നടത്തിയത്. 1.5 മണിക്കൂറിനുള്ളിൽ 20 കിലോമീറ്റർ പരിധിയിലെ 3 ATM കൊള്ളയടിച്ച് 68 ലക്ഷം രൂപയാണ് കവർന്നത്. പോലീസിന്റെ വലയിലാകാതെ അതിർത്തി കടന്ന സംഘം നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയിൽ കാർ ഒളിപ്പിച്ച് കടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടതോടെയാണ് പിടിയിലായത്. 7 അംഗ കൊള്ളസംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു. 6 പേർ വലയിലായി. മാപ്രാണത്തു നിന്നും നായ്ക്കനാനിലും അവിടെ നിന്ന് കോലഴിയിലുമെത്തി കവർച്ച നടത്തിയ ശേഷം
ഊടുവഴികളിലൂടെ ദേശീയ പാതയോരത്തെത്താനും ഇവിടെ നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയിൽ കാർ കയറ്റി കടന്നുകളയാനുമുള്ള പദ്ധതിക്ക് പിന്നിൽ ദിവസങ്ങൾ നീണ്ട ആസൂത്രണമുണ്ടെന്നാണ് സൂചന. കുരുക്കഴിയാതെ ആമ്പല്ലൂർ ദേശീയപാത, ദുരിതയാത്രയിൽ ജനം. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാതയിൽ പണികൾ പുരോഗമിക്കുമ്പോൾ ഉണ്ടായ ഗതാഗത കുരുക്ക് തുടരുന്നു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തികളാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. സർവീസ് റോഡ് വഴിയാണ് നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. പൂർത്തിയാകാത്ത സർവീസ് റോഡും വീതിക്കുറവുമാണ് യാത്രാ ദുരിതത്തിന് കാരണം. തൃശൂർ ഭാഗത്തേക്കുള്ള നൂറുകണക്കിന് വാഹനങ്ങൾ അരമണിക്കൂറോളം കുരുക്കിൽപ്പെടുന്നുണ്ട്. രാവിലെയും വൈകിട്ടുമാണ് ഏറെയും ഗതാഗത തടസ്സമുണ്ടാവുന്നത്. വെള്ളിയാഴ്ച ആരംഭിക്കേണ്ട നിർമ്മാണ പ്രവർത്തികൾ ചൊവ്വാഴ്ച വൈകിട്ട് അപ്രതീക്ഷിതമായി കരാർ കമ്പനി വാഹനങ്ങളും യന്ത്രങ്ങളും എത്തിച്ച് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് റോഡ് പൊളിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും സർവീസ് റോഡിലൂടെ ഗതാഗതം നിയന്ത്രിക്കുകയുമായിരുന്നു. അന്നു മുതൽ ആരംഭിച്ച ഗതാഗത കുരുക്കിന് സർവീസ് റോഡിലൂടെ വാഹനം കടത്തിവിട്ടിട്ടും ഇതുവരെയും പരിഹാരം കാണുവാൻ സാധിച്ചില്ല. കേരള സർക്കാർ സർവേയും ഭൂരേഖയും വകുപ്പും പുതുക്കാട് തൊറവ് വില്ലേജിൽ ആരംഭിച്ച ഡിജിറ്റൽ ലാൻഡ് സർവേ കെ രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ആൽജോ പുളിക്കൻ, സതി സുധീർ, ഷാജു കാളിയങ്കര, രതി ബാബു, ആൻസി ജോബി, സുമ ഷാജു, പ്രീതി ബാലകൃഷ്ണൻ, സെക്രട്ടറി ഇൻചാർജ് MK വിജയൻ, വില്ലേജ് ഓഫീസർ F അൻവർ ഷാ, CA ജെല്ലി, MB ബിന്നി, TS രാജു, സുനന്ദ ശശി എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമീണ മേഖലയിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർവഹണത്തിൽ രാജ്യത്തിന് മാതൃകയാണ് കേരളം. എന്നാൽ നിലവിൽ പദ്ധതി പലയിടത്തും വഴിമാറിപ്പോകുന്നതായി പരാതി വരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങളുമായി കേരളം മുന്നോട്ട് കുതിക്കുകയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് ഏറ്റവും മാതൃകാപരമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. പദ്ധതി നടത്തിപ്പിൽ മികവിൻ്റെ എല്ലാ സൂചികകളിലും കേരളമാണ് മുന്നിൽ. ട്രൈബൽ പ്ലസ്, നീരുറവ് പോലുള്ള മാതൃകാ പദ്ധതികളും തൊഴിലുറപ്പുമായി ചേർന്ന് കേരളം ഏറ്റെടുക്കുന്നു. സമ്പൂർണ്ണ സോഷ്യൽ ഓഡിറ്റിംഗ് ഈ വർഷത്തെ ആദ്യ പകുതിയിലും കേരളം പൂർത്തിയാക്കി. ഈ നേട്ടം തുടർച്ചയായി കൈവരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. എന്നാൽ തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിക്കാൻ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾ വൃത്തിയാക്കുന്നതടക്കമുള്ള ജോലികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏറ്റെടുത്ത് നടത്തുന്നതിനെതിരെയാണ് പരാതി ഉയരുന്നത്. ഇത് സംബന്ധിച്ച് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചു. മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ വീടുകളിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ്. നമ്മൾക്ക് ആവശ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട തോടുകൾ, റോഡിൻ്റെ സൈഡിലുള്ള കാനകൾ, അതുപോലെ തന്നെ തെങ്ങിന് വളം ഇടൽ, തെങ്ങിന് തടമെടുക്കൽ, തരിശായ ഭൂമിയിൽ കൂടുതൽ കൃഷി ഇറക്കി ജനങ്ങൾക്ക് കാർഷിക അഭിവൃദ്ധി ഉണ്ടാക്കാനും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുമുള്ള ഉദ്ദേശത്തോടു കൂടി ഇതിനൊരു പരിഹാരം കാണുമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രധാനമന്ത്രിക്ക് നമ്മൾ നിവേദനം നൽകിയിട്ടുള്ളത്. അതിന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവുമെന്ന് സാധാരണക്കാർ പ്രതീക്ഷിക്കുകയാണ്. ഓരോ വർഷവും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലെയും തോടുകളുടെ ചെളി നീക്കം ചെയ്ത് ആഴം കൂട്ടി പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തുകയും റോഡുകളുടെ വശങ്ങളിൽ ഡ്രൈനേജ് സംവിധാനം ഒരുക്കാൻ പുതുതായി കാന നിർമ്മാണം, നിലവിലുള്ള ഡ്രൈനേജുകളുടെ ചെളിയും പുല്ലും നീക്കം ചെയ്ത് ഒരു പൊതുജലസ്രോതസ്സിലേക്ക് മഴവെള്ളത്തെ എത്തിക്കാനുള്ള അനുമതി ഓരോ വർഷം നൽകുകയും ചെയ്താൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനും വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും സാധിക്കുമെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കാർഷിക പ്രവൃത്തികളായ തെങ്ങിന് തടം തുറക്കൽ, നെൽകൃഷിക്ക് നിലമൊരുക്കി ഞാറുനടൽ, കൊയ്ത്തുപണികൾ, തരിശുഭൂമിയിൽ നിലമൊരുക്കൽ എന്നിവയ്ക്കായി തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചാൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും കത്തിൽ പറയുന്നു. അപേക്ഷകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സ്വീകരിച്ചതിൻ്റെ രേഖകൾ സുരേഷ് ചെമ്മനാടന് ലഭിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അനുഭാവപൂർവമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഇദ്ദേഹം പറയുന്നു. ചെമ്പുച്ചിറ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിലുള്ള 17ാമത് ഓണക്കളി മത്സരം ഒക്ടോബർ 2 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്ര പരിസരത്ത് രാവിലെ 10 മുതൽ രാത്രി 10 വരെ നടക്കുന്ന മത്സരം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടി ശ്രീഷ്മ ചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ക്യാഷ് അവാർഡ് സമ്മാനിക്കും. മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ശ്രീഷ്മ ചന്ദ്രനെ ആദരിക്കും. കാട്ടൂർ നടന കലാവേദി, ഇരിങ്ങാലക്കുട ട്യൂൺസ്, കുറ്റിച്ചിറ മൈഥിലി, പടിയൂർ ശ്രീഭദ്ര കലാവേദി എന്നീ ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഓണക്കളി മത്സരം ആസ്വദിക്കാനെത്തുന്ന 7000-ഓളം പേർക്ക് ഉച്ചയ്ക്കും വൈകുന്നേരവും അന്നദാനം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ കുമാർ അരങ്ങത്ത്, രക്ഷാധികാരികളായ ഷാജു പൂക്കാടൻ, സത്യൻ മണപ്പുള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പട്ടികജാതി മേഖലയിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പറപ്പൂക്കര പഞ്ചായത്തിലെ പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി OR കേളു നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, ബീന സുരേന്ദ്രൻ, കാർത്തിക ജയൻ, MK ശൈലജ, കവിത സുനിൽ, TK സതീശൻ, A രാജീവ്, G സബിത, KK സത്യൻ, TR ലാലു, R ഉണ്ണികൃഷ്ണൻ, പറപ്പൂക്കര LP സ്കൂൾ പ്രധാന അധ്യാപിക MV ജയ എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,58,000 രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠനത്തിലും താല്പര്യമുള്ള മറ്റു രംഗത്തും സഹായിക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി ഒരു ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്ന 5 പഠന കേന്ദ്രങ്ങളിലേക്കുള്ള 5 ട്യൂട്ടർമാരെയും ഗ്രാമപഞ്ചായത്ത് നിയമിച്ചു. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുരുന്നുകളുടെ നെൽകൃഷിക്ക് 100 മേനി വിളവ്. കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും PTA അംഗങ്ങളും ചേർന്ന് നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. വിത്ത് വിതയ്ക്കൽ, ഞാറുനടൽ, വളമിടൽ, കൊയ്ത്ത്, മെതിക്കൽ തുടങ്ങി എല്ലാ ഘട്ടങ്ങളും കുട്ടികൾ തന്നെയാണ് ചെയ്തത്. മാതൃകാ കർഷകനായ ജോഷി കൊമ്പന്റെ സഹായത്തോടെയാണ് കുട്ടികൾ നെൽകൃഷി വിജയകരമായി പൂർത്തിയാക്കിയത്. പ്രധാന അധ്യാപിക രമയുടെ നേതൃത്വത്തിൽ അധ്യാപകരും PTA പ്രസിഡന്റ് നിഷ വിനുകുമാർ, വൈസ് പ്രസിഡന്റ് ഷാലേൻ എന്നിവരുടെ നേതൃത്വത്തിൽ PTA അംഗങ്ങളും കുട്ടികളുടെ കൃഷിയിൽ ഒപ്പമുണ്ടായിരുന്നു. സ്വച്ഛതാ ഹി സേവ 2024 ഭാഗമായി പുതുക്കാട് സെന്റ് ആന്റണീസ് HS സ്കൂളിലെ NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്കൂൾ പ്രിൻസിപ്പൽ ഗിൽസ് A പല്ലൻ ഉദ്ഘാടനം ചെയ്തു. NCC ഓഫീസർ ഫൈന ഫ്രാൻസിസ് നേതൃത്വം വഹിച്ചു. NCC യൂണിറ്റിലെ 52 കേഡറ്റുകളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. സ്കൂൾ പരിസരത്തും ആശുപത്രിക്കടുത്തുമുള്ള ബസ് സ്റ്റോപ്പുകൾ, സ്കൂൾ ലാബുകൾ, സ്കൂൾ പരിസരവും ഒരാഴ്ചയോളം നീളുന്ന ശുചീകരണ യജ്ഞത്തിൽ വൃത്തിയാക്കും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC 2011 ആരംഭിച്ചതാണ്. 23K ബറ്റാലിയനിൽ ഉള്ള 52 കേഡറ്റുകൾ ഇവിടെയുണ്ട്. എല്ലാ വർഷവും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെക്കുന്നത്. ഈ വർഷവും ഗാന്ധിജയന്തി അനുബന്ധിച്ചുകൊണ്ട് അവർ നമ്മളുടെ സ്കൂൾ പരിസരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റോപ്പുകളും ഹോസ്പിറ്റൽ പരിസരങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആഴ്ചയോളം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. സ്വച്ഛതാ ഹി സേവ എന്നാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പേര്. 23K ബറ്റാലിയന്റെ എറണാകുളം ഡിവിഷന്റെ 52 കാഡറ്റ്സ് ആണ് നമുക്കിവിടെ പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ളത്. 24 പേര് +2 വിഭാഗത്തിൽ നിന്നും +1 വിഭാഗത്തിൽ നിന്ന് 28 പേരുമാണുള്ളത്. നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത് കുട്ടികൾ ഉപയോഗിക്കുന്ന എല്ലാ ഭാഗങ്ങളും, അതായത് സ്കൂള് മാത്രമല്ല അവര് യൂസ് ചെയ്യുന്ന ബസ് സ്റ്റോപ്പ്, നമുക്കിവിടെ ഹോസ്പിറ്റലിനോട് അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്നതും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നതുമായ ഹോസ്പിറ്റൽ ബസ് സ്റ്റോപ്പിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ലവ് യുവർ ഹാർട്ട് എന്ന സന്ദേശവുമായി ഹൃദയാകൃതിയിൽ അണിനിരന്ന് അളകപ്പനകർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിലെ സ്പോർട്സ് താരങ്ങളും NCC കേഡറ്റുകളും. കായികാധ്യാപകൻ ജോബി മൈക്കിളിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ NJ സാബു ഹൃദയദിനത്തിന്റെ സന്ദേശം നൽകി.
മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം മയിൽപീലി എന്ന പേരിൽ സംഘടിപ്പിച്ചു. എഴുത്തുകാരനും സംസ്ഥാന സർക്കാർ ഭിന്നശേഷി അവാർഡ് ജേതാവും നാടൻപാട്ട് കലാകാരനുമായ സുധീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CK സന്ദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് KA കുഞ്ഞുമോൾ, പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി, പ്രധാനാധ്യാപിക MV ഉഷ, HS സ്റ്റാഫ് സെക്രട്ടറി PR റിജോ, PTA വൈസ് പ്രസിഡന്റ് TG ശ്രീജിത്ത്, MPTA പ്രസിഡന്റ് റീന റെക്സിൻ, SMC ചെയർമാൻ TR സുരേഷ് ബാബു, OSA ചെയർമാൻ KN ജയപ്രകാശ്, സീനിയർ അധ്യാപിക AK അമൃതപ്രിയ, HSS സ്റ്റാഫ് സെക്രട്ടറി VP ദേവസി, സ്കൂൾ ചെയർമാൻ B സുകുമാരൻ, സ്കൂൾ ലീഡർ MS അനിഷേക് എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി ഉപജില്ലയിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കായുള്ള പെട്രോൾ ലീഡേഴ്സ് പരിശീലന ക്യാമ്പ് കൊടകരയിൽ ആരംഭിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ച് നടക്കുന്ന ത്രിദിന ക്യാമ്പ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് KC രതീഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ജിഷ ജോൺസൺ, ഗൈഡ് വിഭാഗം DOC KK ജോയ്സി, ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി MD ഡിംപിൾ, ഡൊണാൾഡ് D സെൽവ, ജോജോ അരിമ്പൂർ, ജോബിൻ M തോമസ് എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 350 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. CBSE 10-12 പരീക്ഷ നടക്കുന്ന കേന്ദ്രങ്ങളിൽ CCTV നിർബന്ധമാക്കി. CCTV സൗകര്യമില്ലാത്ത ഒരു സ്കൂളിനെയും പരീക്ഷാ കേന്ദ്രമായി പരിഗണിക്കില്ലെന്ന് CBSE വ്യക്തമാക്കി. നിരീക്ഷണം കർശനമാക്കി പരീക്ഷകളുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് CBSE അറിയിച്ചു. പരീക്ഷ നടക്കുന്ന ക്ലാസ് മുറികളുടെ പൂർണ്ണമായ ദൃശ്യം ലഭിക്കുന്ന വിധത്തിൽ ക്യാമറകൾ സ്ഥാപിക്കണം. CCTV സ്ഥാപിക്കുന്നതിനെ കുറിച്ച് എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അറിയിക്കണമെന്ന് CBSE നിർദ്ദേശം നൽകി. റെക്കോർഡ് ചെയ്യുന്ന ദൃശ്യങ്ങളുടെ രഹസ്യ സ്വഭാവം സംരക്ഷിക്കണം. ദൃശ്യങ്ങൾ അംഗീകൃത ഉദ്യോഗസ്ഥർക്ക് മാത്രമേ കാണാനാവൂ. ഫലപ്രഖ്യാപനത്തിന് ശേഷം 2 മാസം വരെ ഈ ദൃശ്യങ്ങൾ സൂക്ഷിക്കുമെന്നും CBSE അറിയിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊടകര യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് TV അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാഹുൽ രമേശ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഫോട്ടോ ക്ലബ്ബ് കോർഡിനേറ്റർ CG ടൈറ്റസ് മുഖ്യ പ്രഭാഷണം നടത്തി. മേഖലാ സെക്രട്ടറി ഷൈജു ഇമാജിനേഷൻ, മേഖലാ ട്രഷറർ ജീവൻ ജോറൻസ്, ജില്ലാ സ്പോർട്സ് ചെയർമാൻ ഷിജു പന്തല്ലൂർ, യൂണിറ്റ് ഇൻചാർജ് സജി പൗലോസ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ഐശ്വര്യ, PB അരുണൻ, ജെയിൻ ബേബി, TS പ്രവീൺ, MS സുബിത എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി ജെയിൻ ബേബി പ്രസിഡന്റ്, PB അരുണൻ സെക്രട്ടറി, രാഹുൽ രമേശ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വരന്തരപ്പള്ളി യൂണിറ്റിന്റെ യൂണിറ്റ് സമ്മേളനം ആലയങ്ങാട് വെച്ച് നടത്തി. മേഖലാ പ്രസിഡന്റ് അനിൽകുമാർ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ടൈറ്റസ് CG മുഖ്യ പ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി KP ജോസ്, ജോഷി മഞ്ഞിലാസ്, ജീവൻ ലോറൻസ്, ഷിജു പന്തല്ലൂർ, സജി പൗലോസ്, TG മുരളി, ഓസ്ബിൻ എന്നിവർ പ്രസംഗിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറിയും യൂണിറ്റ് ഇൻചാർജുമായ സുരേഷ് ഐശ്വര്യയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. പ്രസിഡന്റ് KP ജോസ്, സെക്രട്ടറി KP രാജേഷ്, ട്രഷറർ ES സനോജ്, വൈസ് പ്രസിഡന്റ് രവീന്ദ്രനാഥ്, സെക്രട്ടറി ജോഷി മഞ്ഞിലാസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല മുഴുവൻ കാര്യങ്ങളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഈ ഫോട്ടോഗ്രാഫി മേഖലയിലെ AKP എന്ന സംഘടന നമ്മളൊന്ന് ചുറ്റുപാടുമൊന്ന് പരിശോധിച്ചാൽ മതി. ഈ AKP എന്ന സംഘടന മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളായാലും. അപ്പോളോ ടയേഴ്സ് എംപ്ലോയീസ് യൂണിയൻ CITU കുടുംബ സംഗമം നടത്തി. പേരാമ്പ്രയിൽ നടന്ന ചടങ്ങ് യൂണിയൻ പ്രസിഡന്റ് MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് KK രാമേന്ദ്രൻ MLA അധ്യക്ഷനായി. ജീവനക്കാരുടെ മക്കൾക്കുള്ള കലാ കായിക വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിക്കൽ, മോട്ടിവേഷൻ ക്ലാസ് എന്നിവയും നടത്തി. അപ്പോളോ ടയേഴ്സ് പ്രൊഡക്ഷൻ ഹെഡ് CS നളിനൻ, സന്തോഷ് ജോസഫ് പാറളം, KS ഷിജു, പോൾ മംഗലൻ, ബിനോയ് സ്റ്റീഫൻ എന്നിവർ പ്രസംഗിച്ചു. സൈബർ പോലീസ് ഓഫീസർ രംഗീഷ് കടവത്ത് ക്ലാസ് നയിച്ചു.
പറപ്പൂക്കര ഫൊറോന പള്ളിയിലെ സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ സെന്റ് ജോൺസ് കോൺഫറൻസിന്റെ 78ാം വാർഷികാഘോഷം ഞായറാഴ്ച നടത്തും. രാവിലെ 8:45 പറപ്പൂക്കര ജ്യോതിസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ബ്രദർ TL ജോർജ് പതാക ഉയർത്തും. 9 നടക്കുന്ന യോഗം പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന പള്ളി വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ ഉദ്ഘാടനം ചെയ്യും. കോൺഫറൻസ് പ്രസിഡന്റ് ബ്രദർ PL ഷാജൻ അധ്യക്ഷത വഹിക്കും. അശരർക്ക് കൈത്താങ്ങാകാനായി 3 മുറി ഇടവകയിലെ പ്രതീക്ഷ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കും. പ്രതീക്ഷ പദ്ധതിയുടെ ധനശേഖരണാർത്ഥമാണ് ചലഞ്ച് നടത്തുന്നത്. സൗജന്യ ഡെലിവറിയും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7736250006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇരുമ്പിന്റെ കലവറയാണ് ബീട്രൂട്ടും നെല്ലിക്കയും. ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ നിരവധിയാണ് ഗുണങ്ങൾ. റിപ്പോർട്ടിലേക്ക്. രാവിലെ ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് നിരവധി ഗുണങ്ങൾ ഉണ്ടെന്നാണ് ന്യൂട്രീഷ്യന്മാർ പറയുന്നത്. വിറ്റാമിൻ സി, വിറ്റാമിൻ എ, നാരുകൾ, പൊട്ടാസ്യം, മാഗ്നീഷ്യം, ഇരുമ്പ്, ഫോളിക് ആസിഡ്, സിങ്ക്, ഫൈബർ തുടങ്ങിയവ അടങ്ങിയതാണ് ബീട്രൂട്ട്. വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, ഇരുമ്പ്, കാൽസ്യം, ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് നെല്ലിക്ക. പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ബീട്രൂട്ടിൽ പ്രകൃതിദത്തമായി കാണപ്പെടുന്ന നൈട്രേറ്റ്സ് എന്ന സംയുക്തം രക്തയോട്ടം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അതിനാൽ ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കും. ബീട്രൂട്ടിലും നെല്ലിക്കയിലും വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഫൈബർ ധാരാളം അടങ്ങിയതിനാൽ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും അസിഡിറ്റിയെ തടയാനും സഹായിക്കും. വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും നാരുകളും അടങ്ങിയതുകൊണ്ട് കരളിലെയും വൃക്കയിലെയും വിഷാംശങ്ങൾ പുറന്തള്ളാനും സഹായിക്കും. ബീട്രൂട്ടിലെ നൈട്രിക് ഓക്സൈഡ് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു. ഇത് ഡിമെൻഷ്യയുടെ സാധ്യത കുറയ്ക്കുകയും മൊത്തത്തിലുള്ള തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അയണിന്റെ മികച്ച സ്രോതസ്സാണ് ബീട്രൂട്ടും നെല്ലിക്കയും. അതിനാൽ വിളർച്ച അഥവാ അനീമിയ ഉള്ളവർ ബീട്രൂട്ട് നെല്ലിക്ക ജ്യൂസ് പതിവായി കുടിക്കുന്നത് നല്ലതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJPയുടെ നേതൃത്വത്തിൽ തൃശൂർ സീതാറാം ആയുർവേദ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഞായർ രാവിലെ 10 മണി മുതൽ ഉപ്പുടിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 16ാം വാർഡിൽ ആശാ വർക്കർ ഒഴിവ്. SSLC വിദ്യാഭ്യാസ യോഗ്യതയും 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 16ാം വാർഡ് നിവാസികളുമായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യരായവർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് മുൻപായി യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ താഴെ നൽകിയ മൊബൈൽ നമ്പറുകൾ ബന്ധപ്പെടേണ്ടതാണ്. 9745910702. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന K കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജ് കല്ലേറ്റുങ്കരയിൽ 3 വത്സര ഡിപ്ലോമ കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിൽ സ്പോട്ട് അഡ്മിഷൻ ഒക്ടോബർ 23 വരെ കോളേജിൽ വെച്ച് നടത്തുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും ഓൺലൈനിലായോ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഹാജരായോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകളും ഫീസും സഹിതം കോളേജിൽ നേരിട്ടെത്തി അഡ്മിഷൻ നേടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0480272074. മറ്റൊരു നമ്പർ 9446232572 എന്നീ നമ്പറുകളിൽ വിളിക്കുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7095 രൂപയും പവന് 56,760 രൂപയും രേഖപ്പെടുത്തി. അന്നാമ്പാടം താണ്ടിക്കപ്പറമ്പിൽ മോഹനൻ മകൻ അനീഷ് അന്തരിച്ചു. 34 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെണ്ടോർ പുത്തൂർ ഐനിക്കൽ പോൾ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വരന്തരപ്പള്ളി വാച്ചാങ്കുളം ബിജു അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9:30 വരന്തരപ്പള്ളി വിമലഹൃദയ പള്ളിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും.
ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഞായറാഴ്ച നാട്ടിലെത്തിക്കും. കുടുംബത്തിനെ എംബസി അധികൃതർ ബന്ധപ്പെട്ടു. ATM കവർച്ച കേസിൽ തമിഴ്നാട്ടിൽ 4 സംഘങ്ങളായി അന്വേഷണം. പ്രതികളെക്കുറിച്ച് കൂടുതൽ വിവരം ശേഖരിക്കാൻ തമിഴ്നാട് പോലീസിലെ ഒരു സംഘം ഹരിയാനയിലേക്ക് പോകും. കുരുക്കഴിയാതെ ആമ്പല്ലൂർ ദേശീയപാത. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണത്തിനായി ദേശീയപാതയിൽ പണികൾ പുരോഗമിക്കുമ്പോൾ ഉണ്ടായ ഗതാഗത കുരുക്ക് തുടരുന്നു. കേരള സർക്കാർ സർവേയും ഭൂരേഖയും വകുപ്പും പുതുക്കാട് തുറവ് വില്ലേജിൽ ആരംഭിച്ച ഡിജിറ്റൽ ലാൻഡ് സർവേ KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പലയിടത്തും വഴിമാറിപ്പോകുന്നതായി പരാതി. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾ വൃത്തിയാക്കുന്നതടക്കമുള്ള ജോലികൾ ഏറ്റെടുക്കുന്നതിനെതിരെയാണ് പരാതി ഉയരുന്നത്. ചെമ്പുച്ചിറ യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിലുള്ള 17ാമത് ഓണക്കളി മത്സരം ഒക്ടോബർ 2-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.